ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് പോഷകഗുണങ്ങളുള്ള റാഗി വെച്ചിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ഗ്ലാസ് റാഗിയാണ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയുള്ള ഒരു ഗ്ലാസ്സിന് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പച്ചരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരി നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അര ഗ്ലാസ് മാത്രമേ ചേർക്കാവൂ കേട്ടോ. ഇനി അര ഗ്ലാസ്സിന് താഴെ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പ്രത്യേകമായിട്ട് കുതിർത്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്നിച്ചിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉലുവയാണ്. അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ തെളിഞ്ഞു വരുന്ന രീതിയിൽ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം ഈ റാഗിയിലൊക്കെ നല്ലതുപോലെ പൊടിയൊക്കെ ഉണ്ട്. ഇതാ കഴുകുമ്പോൾ തന്നെ കാണാം, അതിൻ്റെ ഒക്കെ ഒരു കളറ് കണ്ടില്ലേ. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുതിരാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അരി ഉഴുന്നൊക്കെ കുതിരാൻ വെക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി സമയം നല്ലതുപോലെ കുതിർന്ന് വരാനായിട്ട് വെക്കണം കേട്ടോ. കാരണം ഈ റാഗി കുതിർന്ന് വരാൻ കുറച്ചുകൂടി സമയം എടുക്കും. റാഗി നന്നായിട്ട് കുതിരാതെ നമ്മൾ ഇത് അരച്ചെടുത്താൽ അവിടെ ഇവിടെയൊക്കെ റാഗി അരയാതെ കിടക്കും കേട്ടോ. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 7-8 മണിക്കൂറായപ്പോൾ തന്നെ നമ്മുടെ അരിയും റാഗിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ആ ബൗളിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഈ വെള്ളം ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചാണ് അരയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചോറാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഡ്ഡലി കുറച്ചൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ആദ്യത്തേത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. നമുക്ക് ഇഡ്ഡലിക്കായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് കുറച്ച് ലൂസായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 ബാച്ചായിട്ട് നമ്മൾ ആ അരിയും റാഗിയും എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴേ ഇതിനകത്തിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരികയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് റാഗി. ഇതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് റാഗി കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിത് വൈകിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടാണ്. രാവിലെ ആയപ്പോഴേക്ക് നമ്മുടെ മാവൊക്കെ ദാണ്ട ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊങ്ങി നമ്മുടെ ആ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഇനി നമ്മൾ ഇളക്കി ചേർത്ത് ഇതിൻ്റെ പതയൊന്നും കളയരുത്. ചെറിയ രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി ചേർക്കുകയേ ചെയ്യാവൂ. ഇതേ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലും കുറേശ്ശെ എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ ഇളകി വരാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, ഒരു പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് വരും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 6-7 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. ആദ്യത്തെ 2-3 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ആ നേരം കൊണ്ട് ഒരു ചട്നി തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചിരകി എടുക്കാനുള്ള മടി കൊണ്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴേ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. 2-3 കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ചുവന്നുള്ളിയും 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിലും താഴെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കുന്നില്ല, കാരണം നമ്മൾ ഈ തേങ്ങ ഇതേ രീതിയിൽ കഷ്ണങ്ങളാക്കി ഇട്ടത് കൊണ്ട് തന്നെ വെള്ളം ചേർത്ത് അരയ്ക്കരുത് ആദ്യം. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ആദ്യം ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് കുറച്ചൊന്ന് അരഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇതാകണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കുകയാണ് വേണ്ടത്. കടുക് താളിച്ചത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടാണ് നമ്മൾ കടുക് വറുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതാണ്ട് ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 തട്ടിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഞാനതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴേ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ എണ്ണ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. ഇതാകണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണിത്. ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. ഇനിയിപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം. ഇതാകണ്ടില്ലേ, നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയും അതേപോലെ തന്നെ ചട്നിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയണമല്ലോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. ഇത് നമ്മൾ സാധാരണ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന കറിയുടെ കൂടെ, അതായത് ചട്നിയുടെ കൂടെ ആയാലും സാമ്പാറിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെയാണ് വന്നേക്കുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.